ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം റെസിപ്പിയിൽ നമുക്കിന്ന് പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ 50 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. എപ്പോഴും പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ നമുക്ക് 3-4 വർഷം പഴക്കമുള്ള പുളി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 25 ml ഞാൻ ഒഴിച്ചിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. 4 പച്ചമുളകാണ് ഞാൻ എടുത്തത്. പിന്നെ അതിലേക്ക് 3 വറ്റൽമുളക് അതും മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത് 100 ഗ്രാം ഇതും ചേർത്തിട്ട് നമുക്ക് ഇത് നല്ല ബ്രൗൺ കളറായി ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നതുവരെ നമുക്ക് ഇഞ്ചി നല്ലപോലെ ഒന്ന് വഴറ്റി വറുത്തെടുക്കണം. അപ്പോൾ എന്നാലേ ഇഞ്ചിപ്പുളിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസമൊക്കെ വരും. നമ്മൾ ഇഞ്ചിയുടെ നല്ലപോലെ ഇഞ്ചി ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് വറുത്തെടുക്കണം. ഏകദേശം ഇത് നല്ലപോലെ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം നമുക്ക് പിഴിഞ്ഞ് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2.5 കപ്പുണ്ട് ഇത് പുളിവെള്ളം. അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. അതും ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കായം, ഞാനിപ്പോൾ കായം കട്ടിപ്പെരുങ്കായമാണ് ഞാൻ ചേർത്തത്. ഒരു 5 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര 100 ഗ്രാം ചേർത്തിട്ടുണ്ട്. 50 ഗ്രാം പുളിയാണ് എടുത്തത്. 100 ഗ്രാം എന്തായാലും വേണം. എന്നാലേ എല്ലാം കൂടെ നല്ല ബാലൻസ് ആയിട്ടുള്ള നല്ലൊരു പുളിയിഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതും ചേർത്ത് നല്ലപോലെ തിളച്ച് വരട്ടെ. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ സ്വാദിനനുസരിച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒരു 20 ഗ്രാം ഉണ്ടായിരുന്നു. അത് ചേർത്തപ്പോൾ കറക്റ്റായിട്ടുണ്ടായിരുന്നു നമുക്ക് അളവ്. അതും കൂടെ ചേർത്തിട്ട് നല്ല കുറുകി വരുന്ന വരെ നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇതൊക്കെ നല്ലപോലെ പുളിയൊക്കെ വറ്റി ഇതുപോലെ കട്ടിയായി വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ കട്ടിയാവും കുറച്ച് ആറി തണുക്കുമ്പോൾ. അപ്പോൾ ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് 2 ചേരുവയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്കത് ഉലുവ ഒരു 10-12 ഉലുവ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഒരു ചുവന്ന കളറായി വരുമ്പോൾ, ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കരിഞ്ഞു പോകാതെ നോക്കണം. നല്ലപോലെ അത് പൊട്ടി വരും. ആ സമയത്ത് അത് എടുത്ത് മാറ്റി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് 25 ഗ്രാം കറുത്ത എള്ള് നല്ലപോലെ കഴുകി അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ എള്ളൊക്കെ നല്ലപോലെ പൊട്ടി വരും. അപ്പം നല്ല മണമൊക്കെ വരും. ആ സമയത്ത് വേണം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. ഈ എള്ള് ചേർക്കുമ്പോൾ ഈ പുളിയിഞ്ചിക്ക് നല്ലൊരു സ്വാദാണ്. ഞാനെപ്പോഴും ചേർക്കാറുണ്ട്. നിങ്ങൾക്കിത് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ എള്ള് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ബാക്കിയുള്ളത് നമ്മൾ ഉലുവയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കത് അവസാനിപ്പിക്കാം. അപ്പോൾ എനിക്ക് എള്ള് ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എള്ള് വറുത്ത് നല്ലപോലെ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അളവിന് ഞാൻ 25 ഗ്രാം എള്ളാണ് എടുത്തത്. അപ്പോൾ കറുത്ത എള്ള് ചേർക്കുമ്പോൾ നല്ലൊരു വാസനയാണ്. അപ്പോൾ നമുക്കിനി ഈ ഉലുവ പൊടിച്ചതും ഈ എള്ള് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പുളിയിഞ്ചി നമ്മുടെ ഓണസദ്യക്ക് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.